ഒക്ടോബർ മാസം ചിത്തിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ സാമ്പത്തിക ഭദ്രതയെ ചെറിയ തോതിൽ ബാധിച്ചേക്കാം. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനും സാധ്യതകളുണ്ട്. ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോയാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. ചിത്തിര നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കഠിനാധ്വാനത്തിനും കഴിവിനും അംഗീകാരം ലഭിക്കുന്ന സമയമായിരിക്കും. നിങ്ങളുടെ ജോലിയോടുള്ള അർപ്പണബോധം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ വഴിയൊരുക്കുകയും ചെയ്യും. പുതിയ പ്രോജക്റ്റുകളിൽ നേതൃത്വം നൽകാനുള്ള അവസരങ്ങൾ ലഭിക്കാം. ഇത് നിങ്ങളുടെ കഴിവും സാമ്പത്തിക മൂല്യവും വർദ്ധിപ്പിക്കും. സഹപ്രവർത്തകരുമായുള്ള നല്ല ബന്ധം നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ എളുപ്പമുണ്ടാക്കും. എന്നാൽ ചില സമയങ്ങളിൽ ജോലിഭാരം വർദ്ധിക്കാനും പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരാനും സാധ്യതയുണ്ട്. ഇവയെ ഫലപ്രദമായി നേരിടാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഇത് നല്ല സമയമാണ്. അത് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് കാരണമാകും. പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മികച്ച ശമ്പള പാക്കേജുകൾ ഉള്ള ജോലികൾ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ലഭ്യമായ അവസരങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബോണസുകളോ ഇൻസെന്റീവുകളോ ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നു. സ്വന്തമായി ബിസിനസ് നടത്തുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ മാസം പുതിയ അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ നൽകും. പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമായിരിക്കാം. എന്നാൽ ഏതൊരു തീരുമാനം എടുക്കും മുൻപും സൂക്ഷ്മമായ പഠനം അത്യാവശ്യമാണ്. വിപണിയിലെ പുതിയ പ്രവണതകളെ തിരിച്ചറിയാനും അവയെ മുതലെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പുതിയ പങ്കാളിത്തങ്ങളിലൂടെയും സംയുക്ത സംരംഭങ്ങളിലൂടെയും ബിസിനസ് വികസിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഈ മാസം നിലനിൽക്കുന്നു. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും വിപണിയിലെ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ചെയ്യുക. മത്സരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും സംതൃപ്തി ഉറപ്പുവരുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാർക്കറ്റിംഗിലും പ്രൊമോഷനുകളിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ബിസിനസ് വളർച്ചയ്ക്ക് സഹായിക്കും. വായ്പ എടുത്ത് ബിസിനസ് വികസിപ്പിക്കാൻ ആലോചിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. എന്നാൽ തിരിച്ചടവ് ശേഷി ഉറപ്പുവരുത്തുന്നത് പ്രധാനമാണ്. സാമ്പത്തിക ക്രമക്കേടുകളോ വഞ്ചനകളോ ഉണ്ടാകാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും നിയമപരമായി ഉറപ്പുവരുത്തുക. ഈ മാസം നിക്ഷേപങ്ങൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് മികച്ച സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണി, സ്വർണം, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നത് ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. എന്നാൽ ഏതൊരു നിക്ഷേപത്തിനു മുമ്പും സാമ്പത്തിക വിദഗ്ധരുമായി ആലോചിക്കുന്നത് നല്ലതാണ്. വിവേകത്തോടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുകയും അനാവശ്യമായ അപകട സാധ്യതകൾ ഒഴിവാക്കുകയും ചെയ്യുക. ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ലാഭം നേടാൻ സാധ്യതയുണ്ടെങ്കിലും വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. ചില അപ്രതീക്ഷിത ധനലാഭങ്ങൾക്കും ഈ മാസം സാധ്യതയുണ്ട്. മുൻപ് നിക്ഷേപിച്ചിരുന്ന സ്കീമുകളിൽ നിന്ന് വരുമാനം ലഭിക്കുകയോ അനന്തരാവകാശമായി പണം ലഭിക്കുകയോ ചെയ്യാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ മെച്ചപ്പെടുത്തും. പുതിയ സാമ്പത്തിക ആസൂത്രണങ്ങൾക്ക് ഇത് മികച്ച സമയമാണ്. ഭാവിക്കായി ഒരു സാമ്പത്തിക പദ്ധതി തയ്യാറാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. വായ്പകൾ എടുക്കാനോ നൽകാനോ ഉള്ള സാധ്യതകളും ഈ മാസം നിലനിൽക്കുന്നു. ഭവന വായ്പ, വിദ്യാഭ്യാസ വായ്പ, വാഹന വായ്പ തുടങ്ങിയവ ലഭിക്കാൻ സാധ്യതയുണ്ട്. വായ്പ എടുക്കുമ്പോൾ പലിശ നിരക്കുകളും തിരിച്ചടവ് വ്യവസ്ഥകളും നന്നായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ തിരിച്ചടവ് ഉറപ്പുവരുത്താൻ ആവശ്യമായ രേഖകളും വ്യവസ്ഥകളും ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സാമ്പത്തിക സഹായം നൽകുമ്പോൾ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കുക. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഈ മാസം അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ, വീട്ടുപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, വാഹന അറ്റകുറ്റപ്പണികൾ, യാത്രാ ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിനോദം എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. അതിനാൽ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കും. അനാവശ്യമായ ആഡംബര ചെലവുകൾ ഈ മാസം നിയന്ത്രിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ബഡ്ജറ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും. ഓരോ ചിലവും കൃത്യമായി രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ ധനവിനിയോഗത്തെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകും. കുടുംബപരമായ ചെലവുകൾ ഈ മാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാതെ ശ്രദ്ധിക്കുക. പങ്കാളിയുമായി സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒരുമിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും. പുതിയ വസ്തുവകകൾ വാങ്ങുന്നതിനോ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ സാധ്യതയുണ്ട്. കുടുംബത്തിനുള്ളിൽ സാമ്പത്തികപരമായ ചില ചർച്ചകളും തീരുമാനങ്ങളും ഈ മാസം ഉണ്ടാകാം. വീട് വാങ്ങാനോ പുതുക്കിപ്പണിയാനോ വാഹനങ്ങൾ വാങ്ങാനോ കുട്ടികളുടെ ഭാവിക്കായി നിക്ഷേപം നടത്താനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുടുംബാംഗങ്ങളുമായി ആലോചിക്കുന്നത് നല്ലതാണ്.
മുതിർന്നവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അവരുടെ ആരോഗ്യപരമായ ചെലവുകൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക ബഡ്ജറ്റിനെ ബാധിക്കാതെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ആരോഗ്യപരമായ ചെലവുകൾക്ക് ഈ മാസം സാധ്യതയുണ്ട്. ചെറിയ അസുഖങ്ങൾക്കോ പതിവ് പരിശോധനകൾക്കോ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരാം. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇത് ഒരു പരിധിവരെ ആശ്വാസമാവും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മുൻഗണന നൽകുന്നത് ഭാവിയിലെ വലിയ ചിലവുകളെ ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനമെന്ന് ഓർമ്മിക്കുക. മാനസികാരോഗ്യത്തിനും ഈ മാസം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അമിതമായ ജോലിഭാരമോ സാമ്പത്തികപരമായ സമ്മർദ്ദങ്ങളോ മാനസിക വിഷമങ്ങൾക്ക് കാരണമാകാതെ ശ്രദ്ധിക്കുക. ജ്യോതിഷപരമായ ചിത്ര നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഊർജം, ധൈര്യം, നിശ്ചയദാർഢ്യം, സ്ഥലം എന്നിവയുടെ കാരകനാണ്. എന്നാൽ രാഹുവിന്റെ സ്വാധീനം ചിലപ്പോൾ അപ്രതീക്ഷിത പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതിനാൽ ചൊവ്വയെയും രാഹുവിനെയും പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. സാമ്പത്തികപരമായ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ചൊവ്വയുടെയും രാഹുവിന്റെയും അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സുബ്രഹ്മണ്യ ഭജനം വളരെ ഉത്തമമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽ, പനിനീർ എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക. രാഹുദോഷങ്ങൾ കുറയ്ക്കാൻ ഗണപതി ഭജനം സഹായിക്കും. എല്ലാ ബുധനാഴ്ചകളിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് എല്ലാ ഗ്രഹദോഷങ്ങളെയും കുറയ്ക്കാൻ സഹായിക്കും. ഇത് സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം കൊണ്ടുവരും. ചൊവ്വാഴ്ചകളിൽ രക്തചന്ദനം ധരിക്കുന്നത് അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ചൊവ്വയുടെ അനുഗ്രഹം നേടാൻ സഹായിക്കും. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ധനത്തിന്റെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായകമാകും. എല്ലാ വെള്ളിയാഴ്ചകളിലും വീട്ടിൽ ലക്ഷ്മി പൂജ നടത്തുക. ലക്ഷ്മി മന്ത്രം ജപിക്കുക. താമരപ്പൂക്കൾ അർപ്പിക്കുക. ധനത്തിന്റെ അധിപനായ കുബേരനെ പ്രീതിപ്പെടുത്താൻ കുബേരമന്ത്രം ദിവസവും ജപിക്കുക. വീട്ടിൽ കുബേര യന്ത്രം സ്ഥാപിച്ച് പൂജിക്കുന്നത് ധനാകർഷണത്തിന് നല്ലതാണ്. വീട്ടിലും ജോലിസ്ഥലത്തും ശുചിത്വം പാലിക്കുന്നത് ഐശ്വര്യത്തെ ആകർഷിക്കും. തുളസി ചെടി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ചെടിയായി കണക്കാക്കപ്പെടുന്നു. വീട്ടിൽ തുളസി വളർത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരും. ദിവസവും രാവിലെ തുളസിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുക. വൈകുന്നേരങ്ങളിൽ തുളസി തറയിൽ വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധതയും സുതാര്യതയും പുലർത്തുന്നത് ഐശ്വര്യത്തിന് കാരണമാകും. അനാവശ്യമായ തർക്കങ്ങളും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനും ധ്യാനവും യോഗയും സഹായിക്കും. 2025 ഒക്ടോബർ മാസം ചിത്ര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തൊഴിൽ മേഖലയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും. നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണവും ജാഗ്രതയും അത്യാവശ്യമാണ്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുകയും വിവേകത്തോടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഈ മാസത്തെ സാമ്പത്തിക വിജയത്തിന് നിർണായകമാകും. കഠിനാധ്വാനവും ആസൂത്രണവും നല്ല തീരുമാനങ്ങളും ഈ മാസത്തെ സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. ജ്യോതിഷപരമായ പരിഹാരങ്ങൾക്കൊപ്പം നിങ്ങളുടെ വ്യക്തിപരമായ പരിശ്രമങ്ങളും ഈ മാസത്തെ സാമ്പത്തിക ഫലങ്ങളിൽ വലിയ പങ്കുവഹിക്കും.